ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിതീസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ടേസ്റ്റി ആൻഡ് അതേപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ലോസിനുള്ളവർക്കും അല്ലാതെ അത്യാവശ്യം എല്ലാ അസുഖങ്ങളും ഉള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇപ്പോഴത്തെ നമ്മൾ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇതേപോലുള്ള ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണുള്ള ചിക്കൻ വേണമെങ്കിലും എടുക്കാൻ കേട്ടോ. അപ്പം ഇതേപോലെയുള്ള 2 പീസാണ് ഞാനിപ്പം എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഈ 2 പീസുകളുണ്ടല്ലോ, ഈ 2 പീസുകൾ ഞാനിപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നടുക്കൂടെ കീറും, രണ്ടിൻ്റെ അതുപോലെ കീറിയിട്ട് നടുക്കൂടെ ഇങ്ങനെ കീറി ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് ആണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പം അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ കുക്കറിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് കുക്കറിലൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അത്യാവശ്യം നല്ല രീതിയിൽ കുക്കറിൽ ഞാൻ വെള്ളം ഒഴിക്കുന്ന ആ ഒരളവ് ഞാൻ നിങ്ങളെ കാണിച്ചു. നമ്മൾ ചിക്കനൊക്കെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലേശം ആവശ്യത്തിനുള്ള നമുക്ക് എത്ര സൂപ്പിന് അളവാണോ വേണ്ട അത്രയും വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വെച്ച് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഒനിയനും എടുത്തിട്ടുണ്ട്, ലേശം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ലേശം ബീൻസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൈ പാൻ എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ലേശം അളവിൽ കുറച്ച് ബട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്യുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ബട്ടർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലേശം നമുക്ക് ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ചെറിയ രീതിയിൽ ഒരുപാട് മൂപ്പിക്കുക എടുക്കുകയും വേണ്ട, ചെറുതായിട്ട് നമുക്ക് ആ ഒരു ബട്ടറിലേക്ക് ഇട്ട് അതൊന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാളയും അതേപോലെ ബാക്കി വെജിറ്റബിൾസും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ആദ്യം സവാള മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം അത് നമുക്ക് നന്നായിട്ട് ചെറിയ രീതിയിൽ ഒരുപാടങ്ങ് വെന്ത് പോവേണ്ട ആവശ്യമില്ല, കാരണം നമ്മളതല്ലാതെ വേവിക്കുകയും ചെയ്യുന്നുണ്ട് വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ ഞാനൊരു 1 മിനിറ്റോളമാണ് ഞാൻ കേട്ടോ സവാള ഒന്ന് സോട്ട് ചെയ്തത്. നമ്മൾ ബാക്കി എല്ലാ വെജിറ്റബിൾസും കൂടെ ഒന്നിച്ച് നമുക്കിപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഫുള്ള് വെജിറ്റബിൾസും ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് നേരത്തെ നമ്മൾ സവാള സോട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെജിറ്റബിളും അതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് ആ ഒരു ബട്ടറിലൊക്കെ ഒന്നിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ലേശം അളവിൽ കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ അളവിൽ കുറച്ച് പെപ്പർ പൗഡർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നേരത്തെ പറഞ്ഞാൽ ഒരുപാടൊന്ന് വെന്ത് വേണ്ട. അപ്പോൾ അത് ഞാനിപ്പം ഗ്യാസൊക്കെ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ വേവിച്ചെടുത്തത് ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നമ്മൾ വെള്ളം കൂട്ടിയിട്ടാണ് ചിക്കൻ വേവിക്കുന്നത്. ആ ഒരു ചിക്കൻ വേവിച്ച വെള്ളമാണ് ഞാനിപ്പോൾ മാറ്റി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒന്ന് വേവിക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനും അതേപോലെ വെജിറ്റബിളും കൂടെ ഒറ്റ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ ആ ഒരു വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെറിയൊരു തീയിൽ വേണമായിട്ട് നമ്മൾ വേവിച്ചെടുക്കാം, കാരണം ചിക്കൻ ഓൾറെഡി വെന്തതാണ്, നമ്മൾ വെജിറ്റബിളും അത്യാവശ്യം ഒന്ന് സോട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒരു 10 മിനിറ്റോളം നമ്മളിത് ഒന്ന് വേവിക്കണം, കാരണം എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു സത്തും കാര്യങ്ങളും, അതായത് ചിക്കൻ ഓൾറെഡി വെന്ത് സത്ത് ഇറങ്ങിയതാണ്, പക്ഷേ നമ്മുടെ ആ ഒരു വെജിറ്റബിൾ കൂടെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു സത്തും കാര്യങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടി, അപ്പോൾ എത്ര കുരുമുളക് പൊടിയാണോ നമുക്ക് സൂപ്പിനൊക്കെ അത്യാവശ്യം എരിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ എരിക്കനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി.
എന്നിട്ട് നമുക്കത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിനിയിപ്പോൾ അത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ലേശം കോൺഫ്ലോർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ 10 മിനിറ്റ് തന്നെ വേവിക്കണം. അപ്പോൾ വേവിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്ന സമയത്താണ് 2 സ്പൂൺ അളവിൽ നമ്മൾ കോൺഫ്ലോറാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോൺഫ്ലോറിനകത്ത് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ കോൺഫ്ലോർ അതിനകത്തോട്ട് ചേർക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൂപ്പിൻ്റെ രീതിയിൽ അത്യാവശ്യം നമുക്ക് കുറുകി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ വെള്ളം പോലെ തന്നെ ഇരിക്കും. അപ്പം നമ്മൾ നന്നായിട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇച്ചിരി ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് സോയാ സോസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ലേശം സോയാ സോസും ലേശം ചില്ലി സോസും കൂടെയാണ് നമ്മളിപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നല്ലൊരു ടേസ്റ്റാണ് അതിന്. അപ്പം നമ്മൾ ഇപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ലേശം മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കലക്കി എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഉണ്ടല്ലോ, അത് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കോൺഫ്ലോറിൻ്റെ ആ ഒരു വെള്ളം നമുക്കിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ അത് കുറുകി വരുന്നത് നമുക്ക് തന്നെ കാണാം. നിങ്ങൾക്കിപ്പോൾ കാണാം നന്നായിട്ട് അത് കുറുകി വരുന്നുണ്ട്. ഒരുപാടങ്ങ് കുറുകി പോകുന്നതിന് മുന്നേ നമ്മൾ നിർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് കുറുകി പോവണ്ട. അപ്പം അത്യാവശ്യം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം കുറുകി വരുന്നതായിട്ട് അറിയാം. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മളിപ്പോൾ അടിച്ച് വെച്ചേക്കുന്ന മുട്ടയുണ്ടല്ലോ, ഇത് അത്യാവശ്യം ഇത് കണ്ടോ കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അത് ഇളക്കിക്കോണം, അല്ലെങ്കിൽ അത് മുട്ട അത് കട്ട പിടിക്കും ചൂടടിക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് അത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ അന്നേരം ആ മുകളിൽ ആ ഒരു മുട്ടയുടെ ആ ഒരു ഇതിങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൂപ്പിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ലുക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇതേ കണ്ടോ, അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചിക്കൻ സൂപ്പൊക്കെ ചെയ്ത് നോക്കുക. ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സൂപ്പാണ് നമ്മളിപ്പം ചെയ്ത് കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഡിന്നറിനൊക്കെ ഇത് കഴിച്ചാൽ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ചിക്കൻ സൂപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചതുപോലെ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനലിൽ അത്യാവശ്യം ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. ഇത് നമ്മളിപ്പോൾ ഈ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസിനും അതുപോലെ അത്യാവശ്യം എല്ലാ അസുഖങ്ങൾക്കും പറ്റുന്ന രീതിയിലുള്ളൊരു സൂപ്പാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടെ ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതേപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ട്